പീസ് ഓഫ് ലവ് പ്രവർത്തകരുടെ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, കൊച്ചിയിലെ സദാചാര ഗുണ്ടായിസത്തിനെതിരെയാണ് പീസ് ഓഫ് ലവ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ഈ പീസ് ഓഫ് ലവ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളും മറ്റുമായി വളരെ സ്വതന്ത്രമായി തന്നെ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുന്നത്. വേറിട്ട പ്രതിഷേധ പരിപാടികളാണ് ഇവർ നടത്തുന്നത്. അതേസമയം വളരെ ശാന്തമായി തന്നെയാണ് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പലരും കുട ചൂടിയും മറ്റും മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടിയിരിക്കുന്നു. യാതൊരുവിധ പ്രകോപനങ്ങളോ മറ്റൊന്നും തന്നെയോ ഇല്ലാതെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ശിവസേന പ്രവർത്തകർ വന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രതിഷേധ പരിപാടികൾ ഉമേഷ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടേക്ക് ആക്രോശിച്ച് കുറെ പേർ അവിടെ എത്തുകയും ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായി. എന്താണ് സംഭവിക്കുന്നത് ഉമേഷ്? സൗമ്യ, ഇത് ഒരു തെരുവ് നാടകം ആണ്. ഇതിന്റെ ഭാഗമായാണ് ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഒരു പ്രതിഷേധം അലയടിച്ചത്. ഇപ്പോൾ അത് അവർ ആ രീതിയിൽ പ്രതിഷേധ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതൊരു തെരുവ് നാടകമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാത്തിനെയും വെല്ലുവിളിക്കാം. നക്ഷത്രങ്ങൾക്കെല്ലാം ഒരു യൗവനകാലമുണ്ട്. ഇതിലൊന്നും തന്നെ ഒരു നീല നക്ഷത്രമില്ല എന്നതിന്റെ അർത്ഥം ജനിക്കുമ്പോഴുള്ള ദ്രവ്യമാനത്തിന്റെ അളവും അതിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലവുമായി അവയെല്ലാം ചുവപ്പ് നക്ഷത്രങ്ങളായി മാറുന്നു എന്ന് തന്നെയാണ്. മറ്റുള്ളവ മഞ്ഞയും. ഞാൻ രോഹിത്. പേര് പറയണ, മുഴുവൻ പേര് പറയണ. ഞാൻ രോഹിത് വെമുല. കറുപ്പ. നിന്റെ കുലവേദന പറ. ഞാനൊരു ദളിതനാ. ദളിതന്മാരവിടെ എല്ലാം ചോദിച്ചു എന്തിനാണ് ഒരു ശാസ്ത്ര സാഹിത്യകാരനാവണം. പഠിക്കാറിയേക്കോ പഠിക്കാൻ വന്നേക്കുന്നു. നിനക്കൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന ജോലിയുണ്ട്, അത് ചെയ്താൽ മതി. ദളിതരൊന്നും ഇവിടെ പഠിക്കാൻ വരണ്ട. നിന്റെ സ്ഥാനം ഇവിടെ
എല്ലാരെയും കണ്ടോ? നിങ്ങൾ ഉറക്കെ വായിക്കോ. നിങ്ങൾ വായിക്കും. നിങ്ങൾ വായിക്ക. ചേട്ടാ വായിക്കാൻ എന്താ എഴുതിയേക്കുന്നത്? കൊള്ളാം കേട്ടോ. ഇവിടെ ഉണ്ട് അവിടെ എന്താ? ഇത് കേട്ടോ. ഇവിടെ ഉണ്ട് അച്ഛനും അമ്മയൊക്കെ ഒന്ന് മാറി നിന്ന് നീ അങ്ങോട്ട് മാറിക്കേ. കാണിച്ചു കാര്യം കേശവൻ നായരും സാറാമ്മയും ഞങ്ങൾ ബഷീറിന്റെ കേശവൻ നായരും സാറാമ്മയും നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിടും. ഇവരൊക്കെ രാവിലെ കുറ്റിയും പറിച്ചോണ്ട് ഇറങ്ങും. ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ നിനക്കൊക്കെ ആരാടാ ലൈസൻസ് നമ്മളൊക്കെ സാറ് വന്നല്ല, സാറ് കാര്യം പറട്ടെ. സാറ് പറയട്ടെ. എന്നാ അറിയില്ലടാ നിനക്ക്? ഞാൻ ഇവിടുത്തെ CI ആണ്. പോലീസിന്റെ CI. കണ്ടോ വിവരമുള്ളവർക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായത് കണ്ടോ? ഇത്രയും കാര്യമുള്ളൂ. സാറേ സാറിന് ഒരു ഇരിക്കാൻ സ്ഥലം കൊടുക്കണം. എന്ത് നടത്താനുള്ള ധാരണയുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങളുള്ളിടത്തോളം കാര്യം നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ വേറെ നാട്ടിലോട്ട് പോടാ. ഇവിടെ താമസിക്കണ്ട, വേറെ നാട്ടിലോട്ട് പോടാ, വേറെ രാജ്യത്തോട്ട് പോടാ. ഞങ്ങളെ കറ തീർന്ന രാജ്യത്തേക്ക് മാത്രം ഇവിടെ താമസിച്ചാ മതി. ഈ സീല് കണ്ട, ഈ സീല് രാജ്യത്തേകത്തിന്റെ സീല. ഇതെവിടാ? എന്റെ കഷ്ടത്തിലാ ഇറങ്ങിയിട്ടുണ്ട്. കയ്യിലൊരു പേര ഉണ്ടെന്ന് കരുതി എന്തും അങ്ങ് എഴുതാം. നിനക്കൊന്നും അങ്ങനെ ഒരു വിചാരം വേണ്ട. നിങ്ങൾ എന്തെഴുതണമെന്നും എങ്ങനെ എഴുതണമെന്നും ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ നീയൊക്കെ ജീവിച്ചാ മതി. ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. തോന്നുന്നതൊക്കെ തിന്നും കുടിച്ചും ഉടുത്ത് നടക്കണമെങ്കിലേ ഇവിടെ പറ്റൂല. നീയൊക്കെ ജീൻസ് ടോപ്പ് ഇട്ടിട്ടാണോടെ നീയൊക്കെ പഠിക്കാൻ പോകുന്നേ? ഇങ്ങനൊന്നുമല്ല നീയൊക്കെ നടക്കണ്ടത്. മര്യാദക്ക് നടക്കണം. നമുക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ട് കേട്ടോ. എന്ത് സംസ്കാരമാ? എന്ത് സംസ്കാരമാ? സംസ്കാരം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ചാൽ മതി. കേട്ടാ നീയൊക്കെ ഓർത്തോ, സമാധാനമായിട്ട് എല്ലാത്തിനും പഠിക്കണം. ഇത് കണ്ട എല്ലാത്തിനും കൊല്ലടാ, എല്ലാത്തിനും കൊല്ലും കേട്ടാ. ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? നിങ്ങളത് കാണുന്നില്ലേ? ഞങ്ങളുടെ തെറ്റ് ശരി തീരുമാനിക്കാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? പൊതുവിടത്ത് തുപ്പാൻ മുള്ളാൻ തൂറാം, പക്ഷെ പ്രണയിക്കാൻ പാടില്ല. ഇതെന്ത് നീതിയാണ്? ഈ പൊതുവിടങ്ങൾ ഞങ്ങൾക്ക് കൂടിയുള്ളതാണ്. ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മാനഭംഗം തടയാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന് സദാചാരം പറയണം? ഈ ലോകം ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? കാൾസാഗനെ പോലെ ഒരു ശാസ്ത്ര സാഹിത്യകാരനാവാൻ ആഗ്രഹിച്ചതോ? ഞാൻ പ്രകൃതിയെയും മനുഷ്യനെയും നക്ഷത്രങ്ങളെയും സ്നേഹിച്ചു.
പക്ഷെ ഇവിടെ സ്നേഹം നിർമ്മിക്കപ്പെടുകയാണ്, വിശ്വാസങ്ങൾക്ക് നിറം പൂശപ്പെടുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ആരും എന്നെ പരിഗണിക്കുന്നില്ല. ഈ രാജ്യത്ത് എനിക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കുകയാണ്. ഒരു രണ്ടാം കിട പൗരനായി നിങ്ങൾ എന്നെ കാണുന്നത് എന്തിനാണ്? എന്റെ ഈ തൂലികയിൽ ഞാൻ മഷി നിറച്ചത് എന്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ എഴുതാനാണ്, അല്ലാതെ അധികാരവർഗത്തിന്റെ ഗർഭിനെ പറ്റി പൊക്കി പറയാൻ വേണ്ടിയല്ല. എന്റെ കൺമുന്നിൽ കാണുന്ന അനീതികൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ വേണ്ടിയാണ്. എന്റെ സ്വാതന്ത്ര്യത്തിനും എന്റെ എഴുതാനുള്ള അവകാശത്തിനും തടയിടാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? എന്റെ സ്വാതന്ത്ര്യത്തിന് തടയിടാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. ഒരാൾ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ്. നിശബ്ദത, നിങ്ങളുടെ നിശബ്ദതയാണ് എന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറയ്ക്കുന്നത്. നിങ്ങളുടെ നിശബ്ദതയാണ് ഇവിടെ നീതി നിഷേധിക്കുന്നത്. കാൽച്ചുവട്ടിലെ മണ്ണലിച്ചു പോകുമ്പോഴും നിശബ്ദത. അവിടെ സ്വന്തം സഹോദരൻ ചോര വളർത്തുമ്പോഴും നിശബ്ദത. ഇവിടെ സഹോദരി മാനഭംഗപ്പെടുമ്പോഴും നിശബ്ദത. നിശബ്ദത. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഈ കൊലപാതകങ്ങൾക്ക്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് 7 മണി രാത്രിക്ക് ശേഷം നിങ്ങളെ പൊതുനിരത്തിൽ കാണാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്, അവരും ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട്. അവരും ഇവിടെ ഉമ്മ വയ്ക്കും. അവർക്കും ജീവിക്കാനുള്ള സ്ഥലമാണിത്, നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള സ്ഥലമാണിത്. ഞാൻ സ്വയം പ്രേരിതനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനിവിടെ ചുംബിച്ച് തന്നെ സമരം ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സമരത്തിന്റെ നിമിഷമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു കൾച്ചറൽ സ്പേസ് എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. ഊരാളിയുണ്ട്, അവരുടെ പാട്ടുകൾ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തു പോകാം എന്ന് കരുതുന്നു. അത്തരത്തിലുള്ള ഒരു സമരത്തിന്റെ ആഹ്വാനമാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മറ്റു സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ജോൺസേട്ടൻ സംസാരിക്കൂ. കേരളം ഒരു ആധുനിക സമൂഹമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് യുവതിയുവാക്കൾക്ക് അവരുടെ സൗഹൃദം, വളരെ സ്വാഭാവികമായ സൗഹൃദങ്ങൾ അനുവദിക്കില്ല എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പ്രണയിക്കുന്നതിന് സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലയ്ക്ക് വളരെ പ്രതിലോമകരമായ നിലപാടുള്ള ഒരു സംഘടന വളരെ പരസ്യമായിട്ട്, ഒരുപക്ഷെ ആ സംഘടന ഏതെങ്കിലും തരത്തിൽ മീഡിയയിൽ അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷേ അത്തരത്തിൽ ചെറുപ്പക്കാരുടെ നേരെ സദാചാര ഗുണ്ടായിസം അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഈ പ്രവർത്തനത്തിനെതിരെ കേരളം ഒന്നിറങ്ങും പ്രതിഷേധിക്കണം. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇത്തരം എന്തെങ്കിലും സമരം കാണാൻ വേണ്ടിയുള്ള കാഴ്ചക്കാർ കഴിഞ്ഞ് അത്തരത്തിലുള്ള എവിടെയെങ്കിലും ഇടപെടലുണ്ടാകുമ്പോൾ അതിൽ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ യുവാക്കളുടെ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായി കേരളം മാറുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ഓരോ ദിവസവും മാധ്യമങ്ങളോട് കേൾക്കുന്ന ലൈംഗിക അതിക്രമത്തിന്റെ കഥകളെല്ലാം സൂചിപ്പിക്കുന്നത് കേരളം ലൈംഗിക സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായതിന്റെ ഒരു ദുരന്തമായിട്ട് അതിന് കാണേണ്ടത്. അത്തരത്തിൽ വളരെ സ്വാഭാവികമായ ലൈംഗിക സ്വാതന്ത്ര്യം, ലൈംഗിക അവസരങ്ങൾ, ലൈംഗിക പെരുമാറ്റങ്ങൾക്കുള്ള അനുവാദം നമ്മുടെ സമൂഹം നൽകാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വളരെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ കെട്ടുപാടുകൾ കിടക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുറന്ന ലൈംഗികതയ്ക്കും തുറന്ന പ്രണയത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത സമൂഹമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസവും കുഞ്ഞു കുട്ടികളുടെ നേർക്ക് വരെ വളരെ ക്രൂരമായ ഹിംസാത്മകമായിട്ടുള്ള ലൈംഗിക പെരുമാറ്റം ഉണ്ടാകുന്ന ഒരു നാടായി കേരളം മാറുന്നൊരു കാര്യം. എത്രയോ നാടുകളിൽ അത്തരത്തിലുള്ള ലൈംഗികമായ സ്വാതന്ത്ര്യമുള്ള നാടുകളിൽ ഒരു കുഴപ്പമില്ലാതെ ചെറുപ്പക്കാർ വളരെ പരസ്യമായിട്ട് റോമിൽ സിസ്റ്റൈൻ ചാപ്പലിന് മുമ്പിൽ നിന്നുകൊണ്ട് ആണും പെണ്ണുമൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കുമ്പോൾ അവിടെ ആരും തിരിഞ്ഞു നോക്കുക ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത്തരത്തിൽ ലൈംഗിക സ്വാതന്ത്ര്യമുള്ള നാടുകളിലൊക്കെ അത്ര ഗംഭീരമായ മാതൃകൾ നാം എത്രയോ മലയാളികൾ നേരിട്ട് കാണുന്നിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ അറിവിൽ തന്നെ ഉള്ളപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ഏറ്റവും പ്രതിരോധപരമായ നിലപാടുള്ള ഒരു സംഘടന വന്നിട്ട് ചൂരവടി എടുത്തിട്ട് ചെറുപ്പക്കാരെ അടിച്ചോടിക്കുമ്പോൾ കേരള പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് പറയുന്നത് ലജ്ജാകരമായ വിശേഷമാണ്. അത്തരത്തിൽ കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ, ജനങ്ങളുടെ പക്ഷത്തിലെ സർക്കാർ ഇവിടെ ഉള്ളതെങ്കിൽ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളെ നിലക്ക് നിർത്താനുള്ള വളരെ കർശനമായ നടപടികൾ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ശിവസേന എന്നൊരു സംഘടന മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാടിന്റെ ഇതിഹാസത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രണയത്തിന്റെ അവകാശിയാണ് ഈ പറയുന്ന ശിവനും പാർവതിയും ഒക്കെ തന്നെ. അത്തരത്തിൽ വളരെ ഉദാത്തമായ പ്രണയ മാതൃകൾ ആഘോഷിച്ചിട്ടുള്ള ഇതിഹാസങ്ങളുടെ നാട്ടിൽ നിന്നുകൊണ്ട് പ്രണയം അനുവദിക്കൽ എന്ന് പറയുന്ന
വളരെ ലജ്ജാകരമായ നിലപാടുള്ള ഒരു സംഘടനയെ കേരളത്തിൽ പ്രവർത്തിക്കണം. മലയാളികളെ മഹാരാഷ്ട്രയിൽ നിന്ന് അടിച്ചോടിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട മഹാരാഷ്ട്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ചിഹ്നഭിന്നമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോർപ്പറേറ്റ് വലിയ സംരംഭകരായുള്ള ആളുകൾ പണം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു വർഗീയ പ്രസ്ഥാനമാണ് ശിവസേന. ആ നിലയ്ക്ക് അതിൻ്റെ പിന്തുണയോടെ അതിൻ്റെ സാമ്പത്തിക ശേഷിയോടെ വളർന്ന സംഘടന ഇപ്പോൾ ഇത് ചെയ്യുന്നത് അവർക്ക് വേറെ നാളെ മുതൽ റെസീറ്റ് വെച്ച് പിരിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു കാര്യത്തിൽ ശ്രദ്ധ പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ കച്ചവടക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് പണം പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ്. പക്ഷേ അത്തരത്തിൽ ചെറുപ്പക്കാരുടെ നേരെ ഇനിയും കൈവാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധമല്ല, കേരളം ഒന്നടങ്കം അതിനെതിരെ രംഗത്ത് വരും. ഈ മറൈൻ ഡ്രൈവിൽ നാളെയും മറ്റന്നാളും ചെറുപ്പക്കാർ ഇവിടെ അടുത്തിരിക്കും, സംസാരിക്കും, കെട്ടിപ്പിടിക്കും. വേണമെങ്കിൽ അങ്ങനെ ഉമ്മവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാളായി കേരളം മാറണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. അതിനുവേണ്ടിയിട്ട് ഈ മറൈൻ ഡ്രൈവിൽ ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് ഈ തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ പലതരം സാംസ്കാരിക സംഘടനകളിലേക്ക് പ്രവർത്തകരായിട്ടുള്ള ഈ കൂട്ടായ്മ മുമ്പും കേരളത്തിൽ കിസ് ഓഫ് ലവ് പോലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലവ് ഫെസ്റ്റ് പോലെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള, മനുഷ്യസംഘം പോലെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള കലാകക്ഷിയുടെയും ഊരാളിയുടെ ഒക്കെ പ്രവർത്തനമടക്കമുള്ള ഈ സാംസ്കാരിക പ്രവർത്തകരുടെ ഈ ഒരു സംഘം കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒപ്പം തന്നെ തോളോട് നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളോട് ഞങ്ങൾ മുന്നോട്ട് വരും. ശിവസേനയെ ഞങ്ങൾക്ക് ആ നിലയ്ക്ക് ഭയമില്ല. ശിവസേന എന്നല്ല, ഏത് തരത്തിലുള്ള ഹനുമാൻ സേനയായാലും അത്തരത്തിൽ ഞങ്ങൾ വളരെ സംയമനം പാലിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അത്തരത്തിൽ ഹിംസയിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അത്തരത്തിൽ ഇങ്ങനെയുള്ള ഹിംസാത്മകമായ ഇടപെടലിലൂടെ കേരളത്തിൻ്റെ ഒരു ചെറുപ്പക്കാരുടെ സ്വാതന്ത്ര്യത്തെ നേരിടാൻ വേണ്ടി അത്തരത്തിൽ യാഥാസ്ഥികമായ സംഘടന വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടേണ്ട വഴികൾ ഞങ്ങൾക്കറിയാം. ആ നിലയ്ക്ക് ഞങ്ങൾ ഇടപെടും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കും. എൻ്റെ പേര് ചിഞ്ചു. കേരളത്തിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാവാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഏത് കേരളത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചാണ് ശിവസേനക്കാർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്? ഇന്നിവിടെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ഒരു കുറ്റവാളി സംഘമാണെന്നാണ് പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും വന്നിരിക്കുന്നത് ഏത് നിമിഷവും ഒരു ട്രാൻസ്ഫോബിക്കോ ഹോമോഫോബിക്കോ ആയിട്ടുള്ളൊരു വ്യക്തി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരക്ഷിതാവസ്ഥയിലാകാവുന്ന ഒരു സെക്ഷുവാലിറ്റിയും ഒരു വ്യക്തി ജീവിതവും നയിക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള, ലെസ്ബിയൻ ആയിട്ടുള്ള പലതരം ലൈംഗിക വ്യത്യാസങ്ങളുള്ള എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിനെ കാണുന്നത്. ഇവിടെ വന്നിട്ട് സെക്ഷൽ പോലീസിങ്ങും മോറൽ പോലീസിങ്ങും നടത്തി തടയാൻ ശ്രമിക്കുന്നത് എന്തിനെയാണ്? എല്ലാത്തരം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ലിംഗനീതിക്ക് വേണ്ടിയിട്ടും ഒക്കെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ഈ സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇവിടെ സദാചാര പോലീസിംഗ് ആണ് കൊച്ചിയിൽ നിരന്തരം നേരിടേണ്ടി വരുന്നത്. 10 മണിക്ക് ശേഷം കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടുകൂടാ എന്നാണ് കൊച്ചിയിലെ ഹിഡൻ അജണ്ട, ക്ലീൻ സിറ്റി എന്ന് പറയുന്ന ഹിഡൻ അജണ്ട. ഇന്ന് ഞങ്ങളിവിടെ, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇന്നിവിടെ വന്നിരിക്കുന്നത് രാത്രിയും പകലും ഒരുപോലെ തന്നെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ലെസ്ബിയൻ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള, ഇന്റർസെക്സ് ആയിട്ടുള്ള എല്ലാത്തരം വൈവിധ്യങ്ങളും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആരാണ് ചൂരൽ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് SFIയും DYFIയും രാവിലെ നടത്തിയ പ്രതിഷേധമായിരുന്നു. കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ ശിവസേനയുടെ നേതൃത്വത്തിൽ നടന്ന സദാചാര ഗുണ്ടായിസത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് ഇന്നത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ മറൈൻ ഡ്രൈവ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴത്തെ ഈ കിസ് ഓഫ് ലവ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് എങ്ങനെയാണ്? വിവരങ്ങൾ. സൗമ്യ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, മനോഹരമായ ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിൽ മതേതരത്വത്തിനെതിരെയുള്ള കടന്നാക്രമണത്തിനും ജാതീയതയ്ക്കെതിരെയുള്ള ആക്രമണത്തിനും സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് തെരുവ് നാടക രൂപത്തിൽ നേരത്തെ ഇവിടെ പ്രവർത്തകർ അവതരിപ്പിക്കപ്പെട്ട് കണ്ടത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തും യുവസമിതിയും എല്ലാം ചേർന്നാണ് ഇത്തരത്തിലൊരു തെരുവ് നാടകം അരങ്ങേറിയത്. അതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ രോഹിത് വെമുലയും സാറാമയും കേശവൻ നായരും അടക്കമുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ അതിൽ വന്നുപോയിരുന്നു. ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസത്തിനെതിരെ ഇനിയും ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തകർ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും വിവിധ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും സ്വാതന്ത്ര്യത്തിന്റെ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും മറ്റുമാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ചിത്രം വരയ്ക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, തെരുവ് നാടകം അവതരിപ്പിക്കുന്നു. ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധങ്ങളാണ് മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ഇനിയിപ്പോൾ ആ പ്രതിഷേധം തുടരും, രാത്രിയൊക്കെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകൾ അവർ നൽകുകയുണ്ടായി. വലിയ രീതിയിലേക്ക് ഒരു മുന്നറിയിപ്പായി കൂടി ഈ പ്രതിഷേധങ്ങൾ മാറുന്നുണ്ടോ? രാവിലെ നമുക്കറിയാം SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ വളരെ സമാധാനപരമായി വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് നടന്നത്. പി രാജീവിനെ പോലെയുള്ള മുതിർന്ന ആളുകളൊക്കെ തന്നെയും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമായിരുന്നു. ഇത്തരത്തിൽ വലിയ മുന്നറിയിപ്പായി തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്നലത്തെ വലിയ നടന്ന ഒരു സംഭവത്തിൽ പ്രതിഷേധങ്ങൾ മാറുന്നുണ്ടോ? മുഴുവൻ പ്രതിഷേധം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. എറണാകുളത്ത് രാവിലെ DYFI, SFI അടക്കമുള്ള സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തിയ ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ സംഘടിച്ച പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തെരുവ് നാടകവും പാട്ടും ചിത്രം വരെയും എല്ലാമായി തന്നെയാണ് ഇവർ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും സമാധാനപരമായി തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടികളെല്ലാം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സേനയെല്ലാം മറ്റും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ സമാധാനപരമായി തന്നെയാണ്, ഒരു പ്രകോപനവും കൂടാതെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടികൾ മുന്നേറുന്നത്. അത് വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട്. സൗമ്യ, ഇവിടെ ഉമേഷ് മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ഒരു പ്രതിഷേധ വേദിയായി കൂടി ഇത് മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ശിവസേന ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ചൂരൽ പ്രയോഗവും ഒക്കെ ഉണ്ടായത്. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ജനരോഷം ഇന്നലത്തെ ഈ ഒരു നടപടിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണോ ഇന്നത്തെ ഈ ഒരു ദിവസം പ്രതിഫലിക്കുന്നത്? ഇതിപ്പോൾ കിസ് ഓഫ് ലവിന്റെ പ്രതിഷേധത്തിലായാലും ഒപ്പം തന്നെ രാവിലെ SFIയുടെയും DYFIയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിലായാലും ഒക്കെ ആ വിധത്തിലുള്ള ഒരു ജനവികാരം കൂടിയാണോ പ്രതിഫലിക്കുന്നത്? ഉമേഷ്, തീർച്ചയായും ശിവസേനയുടെ ഇന്നലെയുള്ള ആക്രമണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നലെ മുതൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എറണാകുളത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗത്തുനിന്നുള്ളവർ മറൈൻ ഡ്രൈവിലെത്തുകയും ഇവിടെ സംഘടിക്കുകയും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സമൂഹത്തോട് ഉറക്കെ അതിനെതിരെ പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ സമൂഹം കൂടി ഇതിൽ പങ്കാളികളാകുന്നു. കാഴ്ചക്കാരായാലും നേരത്തെ തെരുവുനാടകം അവതരിക്കുമ്പോൾ കാഴ്ചക്കാരായി നിന്നവർ വരെ ഒരു ഘട്ടത്തിൽ അവരുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ നിമിഷം വരെ പ്രതിഷേധ പരിപാടികൾ തുടരുന്നു. മാത്രമല്ല, അവർ പറഞ്ഞത് ഇനിയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ വരും ദിവസങ്ങളിലെല്ലാം ഈ പൊതു ഇടമായ മറൈൻ ഡ്രൈവിൽ ഇത്തരത്തിൽ ഒരുമിച്ചിരിക്കുകയും അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇനിയും തുടരും എന്ന മുന്നറിയിപ്പ് കൂടി ഈ യുവാക്കളും യുവതികളും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ മുന്നേറുന്നത്. ഒരുപക്ഷെ ഇവിടെ സർക്കാർ പോലും ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവതരമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും നിയമസഭയ്ക്കുള്ളിൽ ഇക്കാര്യങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്തു. ഇവിടെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് നടപടിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ വീണ്ടും
ഈ വിഷയങ്ങൾ സജീവമാകുമ്പോൾ പ്രത്യേകിച്ച് ശിവസേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സജീവമാകുമ്പോൾ അവിടെ വലിയ മുന്നറിയിപ്പ് ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെയും നൽകുന്നില്ലേ? ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ഭാഗത്ത് സർക്കാർ കർശനമായ നടപടി എടുക്കുമ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലൊക്കെ പോകുമ്പോൾ തീർച്ചയായും. കാരണം ഇന്നലെ ശിവസേനയുടെ ആക്രമണത്തെ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് ഇന്നലെ തന്നെ ആക്ഷേപം വരികയും ഇന്നലെ രാത്രിയോടെ തന്നെ അതിലൊരു നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. കാരണം ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെൻട്രൽ SI അടക്കമുള്ള SIയെ സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ സ്ഥലം മാറ്റുകയും ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നലെ തന്നെ സർക്കാർ പോയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ സ്വതന്ത്രമായി പ്രതിഷേധിക്കാനും സ്വതന്ത്രമായിരിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ട് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഒരു പ്രതിഷേധ പരിപാടി മറൈൻ ഡ്രൈവിൽ നടക്കുമ്പോൾ വലിയ പോലീസ് സംരക്ഷണത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് തന്നെയാണ്. പുറത്തുനിന്ന് ആർക്കും ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു ആക്രമണം നടത്താനോ കഴിയാത്ത തരത്തിൽ വലിയ രീതിയിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പൂർണ്ണമായ സംരക്ഷണത്തിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുഴുവൻ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള പോലീസ് സംരക്ഷണത്തിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ, സത്യത്തിൽ ഇന്നലെ സംഭവിച്ചത് ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഇന്നലെ സംഭവിച്ച വിഷയങ്ങൾ അതിൽ ഇവരുടെയൊക്കെ നിലപാട് എന്താണ്? ഇവരുടെ ആവശ്യം എന്താണ് പ്രധാനമായി കിസ് പ്രവർത്തകരുടെ? തീർച്ചയായും അത്തരത്തിൽ ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ പ്രണയിക്കാനോ ഉള്ള അവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയും. സ്വാതന്ത്ര്യമാണ്, അതിലിടപെടാൻ ആർക്കും കഴിയില്ല, അധികാരമില്ല എന്ന ഉറക്കെ തന്നെ അവർ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, മറൈൻ ഡ്രൈവ് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ വിശ്രമ കേന്ദ്രങ്ങളാണ്. എല്ലാ ദിവസവും ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനായി എത്തുന്നത്. ആ എത്തുന്ന സ്ഥലങ്ങളിൽ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു രീതി തന്നെയാണത്. അവിടെ ഒരു വൈകുന്നേരം ഇത്തരത്തിൽ ശിവസേനാ പ്രവർത്തകർ വരികയും ചൂരൽ കൊണ്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രാകൃതമായ രീതി, അത്തരത്തിൽ ആ ഒരു മനോഭാവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രവർത്തകർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവർ ഫേസ്ബുക്കിലൂടെയും മറ്റും ഇതിനെതിരെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്, വലിയൊരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. കേവലം ഫേസ്ബുക്കിൽ പറഞ്ഞവർ മാത്രമല്ല ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ വലിയ ജനപിന്തുണ കിട്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ആക്രമണ പരിപാടികളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വളരെ സമാധാനപരമായി ഇത്തരത്തിൽ അവകാശ നിഷേധത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ രൂപത്തിൽ ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയതായാലും കിസ് ഓഫ് ലവ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. പാട്ട് പാടിക്കൊണ്ട് ഇപ്പോൾ അവർ പ്രതിഷേധിക്കുകയാണ് മറൈൻ ഡ്രൈവിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അല്ല എടുക്കാൻ പറ്റില്ല. ഓർക്കില്ല കാൽമുട വെച്ചെടുക്കോ അവനെടുത്തോളൂ. അവിടെ എവിടെ അവകാശം മാമൻ എവിടെയാണ്? ഇത് വരത്തില്ല, അവിടെ മാമനെ നോക്കാന്ന് പറഞ്ഞോണ്ട് ഈ ഒരു കാര്യം നമ്മളെ വണ്ടി. ശിവസേനയുടെ സദാചാര ഗുണ്ടായുസത്തിനെതിരെ ചുംബന സമരം നടത്തി പ്രതിഷേധിക്കുകയാണ് കിസ് ഓഫ് ലവ് പ്രവർത്തകർ. മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.